റോളക്സ് ആണ്, ന്യൂ എഡിഷൻ ആണ്. ഇത് പറയുന്ന ആളുണ്ടല്ലോ, വാച്ചിനെ കുറിച്ച് പറയുന്ന ആൾ, ആ ഏട്ടൻ പറഞ്ഞോളൂ ഇതിനെ കുറിച്ച്. ഒന്നും പറയാനില്ല. 8 ലക്ഷം രൂപ മുതൽ 27 ലക്ഷം രൂപ വരെ വില വരുന്ന റോളക്സ് ഡേറ്റസ്റ്റ് ഒറിജിനൽ വാച്ച് എന്നെങ്കിലും മേടിക്കാൻ സാധിക്കട്ടെ. പോയിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ജാസി സർജറി കഴിഞ്ഞിട്ട് എൻ്റെ പൊന്നെ എന്തുവാ ഇത് കാണിച്ച് കൂട്ടുന്നതെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. പക്ഷെ കുറച്ചു മുന്നേ ഞാൻ ജാസിയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നാക്കെടുത്ത കള്ളം മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരുത്തനെ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. എന്റെ വീഡിയോക്കകത്ത് തമ്മിലാണ് ഞാൻ എന്ത് സർജറിയാണ് ചെയ്തത് നിങ്ങൾക്ക് അറിയണോ എന്നൊക്കെയുള്ള രീതിയിൽ ഇവൻ തമ്മിലിട്ടിട്ട് ഇവ ഒരു വീഡിയോ കുറച്ചു മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 21 മിനിറ്റ് ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ എവിടെയും അവൻ എന്ത് സർജറി ചെയ്തതെന്ന് ഈ നിമിഷം വരെ അവൻ പറഞ്ഞിട്ടില്ല. പക്ഷെ സർജറി ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള അവന്റെ എക്സ്പീരിയൻസ് ആണ് അവൻ വന്നിരുന്ന് ഷെയർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഈ ഒരു വിഷയം എടുത്തു വെച്ചിട്ട് നല്ല രീതിയിൽ മുതലെടുക്കുന്നുണ്ട്. എന്തായാലും ഹെലന്റെ കയ്യിൽ നിന്ന് വയറ് നിറച്ച് കിട്ടിയതിന് ശേഷം കുറച്ച് ദിവസത്തേക്ക് മിണ്ടാതിരുന്നതാണ്. പിന്നെ ഈ അടുത്ത് വേറൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ഏതോ ഫംഗ്ഷനിൽ ഒരു റോളക്സിന്റെ റെപ്ലിക്ക വാച്ച് കയ്യിൽ കെട്ടിക്കൊണ്ട് വന്നിട്ട് അത് ഒറിജിനലാണ്, ഇതിന്റെ വില ഞാൻ പറയത്തില്ല, വാച്ചുകളുടെ റിവ്യൂ ചെയ്യുന്ന ആ ചേട്ടൻ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങേര് ഇവന്റെ അണ്ണാക്കി കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. റോളക്സ് ആണ്, ന്യൂ എഡിഷൻ ആണ്. ഇത് പറയുന്ന ആളുണ്ടല്ലോ, വാച്ചിനെ കുറിച്ച് പറയുന്ന ആൾ, ആ ഏട്ടൻ പറഞ്ഞോളൂ ഇതിനെ കുറിച്ച്. ഒന്നും പറയാനില്ല. 8 ലക്ഷം രൂപ മുതൽ 27 ലക്ഷം രൂപ വരെ വില വരുന്ന റോളക്സ് ഡേറ്റസ്റ്റ് ഒറിജിനൽ വാച്ച് എന്നെങ്കിലും മേടിക്കാൻ സാധിക്കട്ടെ. അതായത് അനാവശ്യമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കള്ളത്തരങ്ങൾ വന്ന് പറയുവാണ്. ഇടയ്ക്ക് വെച്ചിട്ട് ഇവൻ സാരി ഉടുത്തോണ്ട് വന്നിട്ട് ആ സാരിക്ക് 2.5 ലക്ഷം രൂപയാണെന്ന് വിളിച്ചു പറഞ്ഞ വ്യക്തിയാണ്. എന്നിട്ട് ആ സാരിയുടെ ഒറിജിനൽ പ്രൈസ് എന്താണെന്ന് നമ്മളെല്ലാവരും കണ്ടതുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇവനെ പോലെയുള്ള ഒരു ഭൂലോക കള്ളനെയൊക്കെ എന്തിനാ ഈ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. ഇപ്പോഴും ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്തായാലും ഇവൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. മുമ്പുള്ള കെയറിങ് എല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം ഒരു സർജറിക്ക് വേണ്ടി നിങ്ങൾ കിടന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് കാരണം ഞാൻ സർജറി കഴിഞ്ഞിട്ട് ഒരു 1 മന്ത് ആയിട്ടില്ല അല്ലേ, 1 മന്ത് ആയതിൻ്റെ മുമ്പാണ് ഞാൻ നടാഷമോളുടെ കല്യാണത്തിന് പോയിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ജാസി സർജറി കഴിഞ്ഞിട്ട് എൻ്റെ പൊന്നെ എന്തുവാ ഇത് കാണിച്ച് കൂട്ടുന്നതെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. പക്ഷെ ഞാൻ നന്നായിട്ട് സർജറി എന്ന് ഉദ്ദേശിക്കുന്നത് നിന്റെ കണ്ണിൽ എന്താണ് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല. സർജറി ചെയ്ത് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ഇങ്ങനെ വന്ന് കിടന്ന് ഡാൻസ് കളിക്കാനും തുള്ളാനൊന്നും പറ്റത്തില്ല. എനിക്കിതിനെ പറ്റിയിട്ട് വലിയ ധാരണയില്ലെങ്കിൽ ഇത് ചെയ്ത ആൾക്കാരെടുത്ത് നീ വിളിച്ച് ചോദിക്കുക, നീ എന്തൊക്കെയാണ് ഈ കിടന്ന് കാണിക്കുന്നതെന്ന്. പിന്നെ കുറേ വൃത്തികെട്ട റീലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് വെച്ച് നോക്കണം എന്തോ ഈ കാണിക്കുന്നതെന്ന്. സർജറി ചെയ്ത ഒരു വ്യക്തികൾക്കും അങ്ങനെ വന്ന് നിന്ന് ഡാൻസ് കളിക്കാനൊന്നും പറ്റത്തില്ല. എന്തോ ഒരു കള്ളനാണ് ഇവനെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചോണം. അതായത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചൊരുത്തനാണ് അവൻ. റീച്ചിന് വേണ്ടി എന്ത് തെമ്മാടിത്തരവും കാണിക്കും. ആ ലെവലിലോട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറേ ദിവസമായിട്ട് ഞാൻ മാറ്റി വെച്ചിരുന്നതാണ്. കാര്യം ഇവനെ വെറുതെ റിയാക്ട് ചെയ്തിട്ട് വലിയ പ്രയോജനമില്ലെന്ന് മനസ്സിലായി. കാര്യം നമ്മളെക്കാട്ടിയും കൂടുതൽ ബാക്കിയുള്ളവർ ഇവൻ അണ്ണാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ആൾ വായടച്ചിരുന്നതായിരുന്നു. ഇപ്പം പിന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. കാര്യം റീച്ച് പോയി. ഇനി വീണ്ടും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ലൈം ലൈറ്റിൽ നിൽക്കാൻ പറ്റൂ. കാര്യം ജീവിക്കണ്ടേ, എങ്കിലേ കുറേ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അങ്ങനെ കുറേ വായി നോക്കിയാൽ, അതായത് എത്ര നെഗറ്റീവ് പബ്ലിസിറ്റി മേടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും വിളിച്ചങ്ങ് പ്രൊമോഷൻ കൊടുക്കുവാണ്. കെയർ ചെയ്തുകൊണ്ടാണ് എൻ്റെ സമയത്ത് എൻ്റെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ഈസി ആയിട്ട് ചെയ്ത കാരണം കേട്ടോ. അല്ലെങ്കിൽ ഒരിക്കലും പോസിബിൾ അല്ലായിരിക്കും ഒരു പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നമ്മൾ എല്ലാം പിന്നെ നമ്മൾ ടിഷ്യൂ ഒക്കെ വെച്ച് നമ്മളെ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് വെറ്റ് ടിഷ്യൂ വെച്ച് ഡെക്ടോളോ അല്ലെങ്കിൽ ഡെക്ടോളിൻ്റെ വെറ്റ് ടിഷ്യൂ അല്ലാണ്ട് ഡെക്ടോൾ എടുത്ത് ചേക്കരുത്, നീറി പുകഞ്ഞു പോകും. അപ്പം ഡെക്ടോളിൻ്റെ വെറ്റ് ടിഷ്യൂ എടുത്ത് ആ ഭാഗങ്ങൾ വളരെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക. കാരണം നമുക്ക് കുളിക്കാനൊന്നും പറ്റത്തില്ല ഒരു 3 വീക്ക്. നീ എന്ത് കെയർ ചെയ്യുന്നതാണ് പറയുന്നത്? ആ ഹോസ്പിറ്റലുകാരടുത്ത് ഓരോ ആൾക്കാർ വിളിച്ച് ചോദിക്കുന്ന കോൾ റെക്കോർഡ് ഉൾപ്പെടെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഞാൻ ഈ നിമിഷം വരെ ഞാനൊന്നും പുറത്ത് വിട്ടിട്ടില്ല. കാര്യം ഓരോ ആൾക്കാർ വിളിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന അവിടെയുള്ള സ്റ്റാഫുകളായിക്കോട്ടെ, അതിൻ്റെ മെയിൻ PROകളായിക്കോട്ടെ, അവർക്ക് ആർക്കും പറയാൻ മറുപടികളില്ല. അതുകൊണ്ട് തന്നെ പൊന്നു ജാസി, നീ വന്നിരുന്ന് ഉടായ്പ പറയല്ലേ. ഈ വീണ്ടും വന്ന് ഉടായ്പ പറയാനായിട്ട് നിൽക്കുവാണെങ്കിൽ ഇതെല്ലാം കൂടെ എടുത്ത് പുറത്തിടും. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ എന്താ സർജറി ചെയ്തതെന്ന് വിളിച്ച് പറ. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എടുത്തു വെച്ച് കാണിക്കുക. എങ്കിൽ ഞാൻ നിന്നെ സമ്മതിച്ചു തരാം. ഇതൊന്നും നിനക്ക് കാണിക്കാൻ പറ്റാത്തടത്തോളം കാലം പിന്നെ വന്നിരുന്ന് കൊണയടിക്കരുത്. ഫഹദ് എന്നങ്ങോട്ട് പറയുന്നൊരു പുള്ളി ഉണ്ടല്ലോ, പുള്ളി കണ്ടിന്യൂസ്ലി ഇവനെ അഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഇടയ്ക്ക് വെച്ച് ആ വീഡിയോസൊക്കെ നമ്മളൊക്കെ ചിന്തിക്കും ഇത്തിരി ഓവർ അല്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ആ പുള്ളിക്കാരൻ ഞാൻ അംഗീകരിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ കുറഞ്ഞു പോയെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്.
4 വീക്കൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ സ്കിന്ന് നന്നായിട്ട് വെബ് ടിഷ്യൂ വെച്ച് തുടച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കണം. അപ്പോൾ അതിനെനിക്ക് താങ്ക്സ് പറയാനുള്ളത് എൻ്റെ ആഷിനോടാണ്. കാരണം ആഷിയാണ് എനിക്ക് അതൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. ഞാനും ചെയ്യും. എൻ്റെ കൈ എത്താത്ത ഭാഗത്തും എനിക്ക് കൈ പൊന്തിക്കാൻ പറ്റാത്ത ഭാഗത്തൊക്കെ ആഷിയാണ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ആഷിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഈ സ്റ്റിച്ച് ഇങ്ങനെ കാണില്ല, വലിയ വലിയ സ്റ്റിച്ച് കാണുമ്പോൾ ഇതൊക്കെ ഇവ ആരുടെടുത്തോ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വന്ന് പറയുന്നത്, അല്ലാതെ ഇവൻ്റെ എക്സ്പീരിയൻസ് ഒന്നും അല്ലത്. നീ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നീ ഇപ്പോഴും ഒരു ആണ് തന്നെയാണ്, പൂർണ്ണമായ ഒരു സ്ത്രീ ആയിട്ടില്ല. എവിടെയും ചെന്ന് ട്രാൻസ്ജെൻഡർ ആണ് അല്ലെങ്കിൽ ഞാൻ പെണ്ണാണ് സ്ത്രീ ആണെന്നൊന്നും ചെന്ന് എവിടെയും ചെന്ന് പറയരുത്. പറയുവാണെങ്കിൽ നീ തൻ്റെ ഇടത്തോടെ പറയണം ഞാനൊരാണാണ്. ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി എല്ലാ ട്രാൻസ്ജെൻഡേഴ്സിനും ഒന്നും കുറ്റം പറയുന്നതൊന്നുമല്ല. പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഈ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തിട്ട് റീച്ചിന് വേണ്ടിയിട്ട് ഇത്തരത്തിലൊക്കെയുള്ള തെമ്മാടിത്തരം കാണിക്കുന്ന ആൾക്കാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ എല്ലാ ട്രാൻസ്ജെൻഡേഴ്സിനെയും ഒന്നും ഞാൻ എവിടെയും ഞാൻ അടിച്ചാക്ഷേപിച്ചിട്ടില്ല. ജാസിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് എത്ര ട്രാൻസ്ജെൻഡേഴ്സ് നമ്മളെല്ലാവരും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് അറിയാം. അതായത് ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ റിയൽ ഫേസ് എന്താണ് എന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ കയ്യിൽ വിത്ത് പ്രൂഫ് ഉൾപ്പെടെ ഉണ്ട്. ഇതിനെക്കുറിച്ച് പറയാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു വീഡിയോയിലൊന്നും നിൽക്കത്തില്ല, ഒരുപാട് വീഡിയോ ചെയ്യേണ്ടി വരും. ആഷിക്ക് പേടിയെന്ന് അറിയാം, സ്റ്റിച്ച് കാണുന്ന പേടിയില്ല. ഞാൻ തൊട്ട് അല്ലെങ്കിൽ ഞാൻ അവിടെ തുടച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റിച്ച് എങ്ങാനും വലിയ പ്രശ്നമാകുമോ, ബ്ലഡ് എങ്ങാനും വരുമോ എന്നുള്ള പേടിയാണ് ആഷിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട് ശ്രീലക്ഷ്മി അവരൊക്കെ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നാൾക്ക് മുന്നേ പറഞ്ഞു ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയാണ് ഇവനെ കുളിപ്പിച്ചത്, ഇവൻ്റെ ദേഹം തുടപ്പിച്ചു കൊടുത്തതെന്ന്. ഇപ്പം പറയും ആഷിയാണ് ചെയ്ത് കൊടുത്തത്, ആഷിയാണ് കൂടെ നിന്നതെന്ന്. കാര്യം ഇതാ ഞാൻ പറഞ്ഞത്, പക്ക ഉടായ്പാണ്. ഈ ആഷി എന്ന് പറയുന്ന ഒരുത്തൻ ഉണ്ടല്ലോ, അവൻ ക്യാമറയുടെ മുന്നിൽ വരത്തൂല്ല, അവൻ കമാന്നൊരു അക്ഷരം മിണ്ടത്തുമില്ല. അവൻ അങ്ങനെ ഒരുത്തൻ, അവൻ ഒളിച്ചും പാത്ത് നിന്നൊക്കെ വന്ന് സംസാരിക്കുന്നത്. കരീഷ്മ ഒക്കെ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനോടൊപ്പം തന്നെ എനിക്ക് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. എന്നെ സർജറിക്ക് വേണ്ടി എന്നെ ഒരുപാട് പേര് എനിക്ക് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഈവൻ സഹായങ്ങളൊക്കെ ചെയ്തിട്ടും ഹെൽപ്പൊക്കെ ചെയ്തിട്ട് ഒരുപാട് പേര്, എൻ്റെ സുഹൃത്തുക്കളെന്നല്ല എൻ്റെ ഫാമിലി എന്ന് പറയണം എനിക്ക് അവരെ. ഇതൊക്കെ തന്നെയാണ് ഇവൻ സംസാരിക്കുന്നത്, ഇതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. ഇവൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ ഡൗൺ ആയി പോയപ്പോഴത്തേക്ക് നൈസായിട്ട് പുതിയ നമ്പറായിട്ട് വന്ന്, അത്രയേ ഉള്ളൂ. ഒരു വാച്ചിൻ്റെ വീഡിയോയും കൂടെ കിടന്ന് കറങ്ങുന്നുണ്ട്, അതും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. അതിനുശേഷം നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. 13 ലക്ഷത്തിന്റെ വാച്ച് ഉണ്ടാവില്ല, 3 ലക്ഷം ഇല്ല. അത് ഞാനൊരു 500 ദിർഹംസിനുള്ളിൽ ഞാൻ റെഡി ആക്കി തരാം. അതെന്നാ വൈറൽ വീഡിയോയിൽ കണ്ട ഒരു വാച്ച് തന്നെയാണ്, എന്നെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം 13 അല്ല 3 ലക്ഷം അല്ല, 500 ദിർഹംസിനുള്ളിൽ ആ വൈറൽ വാച്ച് എന്ന് പറയുന്ന ആ സർപ്പൻ്റെ മോഡൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആ വീഡിയോയിൽ കണ്ട സെയിം സാധനമൊന്നുമല്ല, മീൻസ് ഡിസൈൻ സെയിം ആണ്, സെയിം ബ്രാൻഡ് അല്ല. അത് ബൾഗേറിയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. അതിന് 13 ലക്ഷമൊക്കെയാണ് വരുന്നത്. പക്ഷെ ചിലർക്ക് അത് 3 ലക്ഷത്തിന് കിട്ടി, അതിന് എനിക്ക് ഒന്നും പറയാനൊന്നുമില്ല. സോ ഈ ഒരു മോഡൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ബൾഗാരിയുടെ സെയിം മോഡൽ തന്നെയാണ്, ഇൻസ്പയർഡ് മോഡൽ തന്നെയാണ്. ഈ ബ്രാൻഡ് എന്ന് പറയുന്നത് ബെവർലി ഹിൽസ് പോളോ ക്ലബ്ബാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ യൂസ് ചെയ്യും. കള്ളത്തരങ്ങൾ വന്ന് പറയുന്നത്, ഞാൻ 20 ലക്ഷത്തിൻ്റെ 50 ലക്ഷത്തിൻ്റെയൊക്കെ വാച്ചിട്ടെന്നൊക്കെ ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊക്കെ എന്ത് ഗുണമാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ല. നീ ഒരിക്കൽ സർജറി ചെയ്തു എന്നും പറഞ്ഞിട്ട് ജനങ്ങളെ മൊത്തവും വന്ന് പറ്റിച്ച്. ആ വീഡിയോ ഏകദേശം 6 മില്യൺ ആൾക്കാർ പുറത്തങ്ങോട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെയും വീണ്ടും ഇതുപോലെയുള്ള ഓരോ കോണ്ടന്റുകൾ പബ്ലിക്കിൻ്റെ മുന്നിലിടുക. കാര്യം ഇവനറിയാം നെഗറ്റിവിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ സോഷ്യൽ മീഡിയയിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ പേരിൽ കൊണ്ടുവന്ന് കംപ്ലൈൻറ്റ് കൊടുക്കുക. കാര്യം ഇമാതിരി അപരാധങ്ങൾ കാട്ടിക്കൂട്ടുന്നതിന്. കാര്യം ശരിക്കും ആ ഹോസ്പിറ്റലുകാർക്ക് ഇവൻ്റെ പേര് കംപ്ലൈൻറ്റ് കൊടുക്കാമെന്നേ ഉള്ളായിരുന്നു. പക്ഷേ അവരത് ചെയ്തിട്ടില്ല. എന്തായാലും ജാസിമോൻ അങ്ങ് ഭയങ്കര മാന്യനാണ്, വാ തുറന്ന് ചീത്ത വിളിക്കത്തില്ല, വാ തുറന്ന നല്ല വാക്കുകൾ മാത്രമേ പറയത്തുള്ളൂ എന്നൊക്കെ വന്നിരുന്ന് കുറേ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഹെലനുമായിട്ടുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ട്. കുറേ ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ ഇവൻ്റെ ടിക്ടോക്കിനകത്ത് ഒരു ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ലേറ്റസ്റ്റ് ലൈവാണ്. അതിനകത്ത് ഇവൻ ഉപയോഗിക്കുന്ന ഭാഷ നിങ്ങൾ കേട്ടോണം. അടിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ടോ മോളെ? നീ ആണോ പെണ്ണോ ഒന്ന് പറ. അത് നീ ആയിട്ടില്ല. നീ ആണോ പെണ്ണോ ഒന്ന് പറ. എന്തോ ആവട്ടെ, നീ ആരും സംസാരിക്കാൻ, നന്ദിനെ പറ്റി സംസാരിക്കാൻ നീ കൊണക്ക, നീ നിന്റെ നന്നൊക്കെ വിളിക്കുന്നതിന് കാരണമുണ്ട്. പബ്ലിക് അടക്കം നന്ന. ഇവന്റെ സംസ്കാരം കേട്ടല്ലോ, ഇവൻ വന്നിരുന്ന് വിളിച്ചു പറയുന്നത് കണ്ടല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തെറി വിളിക്കുവാണ്. ഇതാണ് ഞാൻ പലവട്ടവും പറഞ്ഞത്. ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂലോക കള്ളന്മാരാണ്. ഇവരെയൊന്നും ഒരിക്കലും നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യില്ല. ഇവർ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരുടെ അടുത്തോടാണ് ഞാൻ പറയണത്. ദൈവത്തെ ഓർത്ത് ഈ ജാസി സപ്പോർട്ട് ചെയ്തുകൊണ്ടോ ജാസിക്ക് വേണ്ടി സംസാരിക്കാനോ വരരുത്. വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെയും കൂടെ വില പോകത്തേ ഉള്ളൂ. ജാൻമണിയുടെ അവസ്ഥ എന്തോ ആയി. പിന്നെ വേറെ കുറേ ട്രാൻസ്ജെൻഡേഴ്സും കൂടെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും കണക്കിന് കിട്ടുകയും ചെയ്തു. എന്തായാലും ജാസി ഈ ഒരു പരിപാടി ഇവിടെ കൊണ്ട് നിർത്താനൊന്നും പോകുന്നില്ല. പിന്നെയും ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് വീണ്ടും വരും.
കാര്യം അവന് ലൈം ലൈറ്റിൽ നിന്നേ പറ്റൂ. ഇനിയിപ്പം മേജർ സർജറി നടന്നു എന്ന് പറഞ്ഞിട്ട് താമസിക്കാതെ തന്നെ പുതിയൊരു കള്ളമായിട്ട് വരും. നിങ്ങൾ നോക്കിക്കോ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.